ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ടൈം ക്യാപ്സ്യൂളാണ്. ടൈം ക്യാപ്സ്യൂൾ എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. നമുക്ക് തന്നെ ഒരു സ്പെഷ്യൽ മെമ്മറി ബോക്സ് എന്നൊക്കെ പറയാം. സംഭവം ഒരു കണ്ടെയ്നറോ ഒരു ബോക്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സാധനം. അതിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വയ്ക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിനെ റെപ്രസെന്റ് ചെയ്യണ എന്തെങ്കിലും നോക്കിയാണ് പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഗോൾസ്, ഡ്രീംസ്, അതുപോലെ നമുക്ക് ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തുവേണമെങ്കിലും വെക്കാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ ജ്വല്ലറീസോ, അങ്ങനെ ഇഷ്ടമുള്ള സംഭവങ്ങൾ അതൊക്കെ നമുക്ക് എടുത്തു വെക്കാം. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിനെ പറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് വേണ്ടി നമുക്കൊരു ലെറ്റർ ഒക്കെ എഴുതി വെക്കാം. എന്നിട്ട് ഇതിപ്പോ ഒന്നും തുറക്കാൻ പാടില്ല. ഒരു 5 വർഷം കഴിഞ്ഞിട്ടോ 10 വർഷം കഴിഞ്ഞിട്ടോ 20 വർഷം കഴിഞ്ഞിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ആയിരിക്കും. നമുക്കൊരു നിധി കിട്ടിയ പോലെയൊക്കെ ഇരിക്കും സംഭവം. ഞാൻ ഈ ടൈം ക്യാപ്സൂളിനെ പറ്റി ആദ്യമായിട്ടും കേൾക്കണതും അറിയണതൊക്കെ നമ്മുടെ നീനു ഷാജി ഉണ്ടല്ലോ, നീനു ഷാജിന്റെ വീഡിയോ കണ്ടിട്ടാ. അതന്ന് കണ്ടപ്പോൾ തൊട്ടേ മൈൻഡിലുണ്ട് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ തന്നെ ഒന്ന് ലാഗ് അടുപ്പിച്ച് നിർത്തിയതായിരുന്നു ന്യൂ ഇയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു, പിന്നെ ഞാൻ അങ്ങോട്ട് മറന്നു. പിന്നെ ഓർമ്മ വന്ന് ഇന്നലെ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഇനി അടുത്തൊരു മറവിക്ക് മുന്നേ വേഗം ചെയ്യാന്ന് വെച്ചിട്ട് ഇന്നലെ തന്നെ ചെയ്തു വെച്ചു. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ എനിക്ക് തന്നെ വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം തന്നെ സുഖാണോ, എന്തൊക്കെയുണ്ട് വിശേഷം, അതുപോലെ പഠിപ്പൊക്കെ കഴിഞ്ഞോ, ജോലി വല്ലായോ, കല്യാണമൊക്കെ കഴിഞ്ഞോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പറയാൻ പറ്റില്ല, ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവോ ഇല്ലെന്ന് ഇപ്പൊ നമുക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഞാൻ നമ്മുടെ നിമിഷാജിന്റെ പേര് വരെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ടൈം ക്യാപ്സ്യൂൾ എന്താണെന്ന് അറിയണത്. അതേപോലെ പുള്ളിക്കാരിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ചെയ്യണമെന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ പുള്ളിക്കാരിനെ ഞാൻ ഓർത്തിരിക്കണ്ടേ. 5 വർഷം കഴിയുമ്പോൾ പുള്ളിക്കാരിനെ ഞാൻ അങ്ങനെ മറന്നൊന്നും പോവില്ല. എന്നാലും ഞാൻ ആളുടെ പേരൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരുന്ന നേരം കൊണ്ട് ലെറ്റർ എഴുതലും മടക്കലും ലെറ്ററിനുള്ള എൻവലപ്പ് ഉണ്ടാക്കലും സ്റ്റിക്കർ ഒട്ടിക്കലും അങ്ങനെയുള്ള എല്ലാ സകല പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഈസ്തറ്റിക്സിലൊക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ട സാധനങ്ങളൊന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്തിന് സ്റ്റിക്കർ പോലെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്. നിങ്ങൾ ആദ്യമേ കണ്ടല്ലോ ഗ്രിഡ് ലൈൻസ് എന്ന് വരയ്ക്കണത്, അതുപോലും ഞാൻ തന്നെ ചെയ്തതാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ആരും ഇരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴത്തെ എന്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് മൂവി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് ഇപ്പൊ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. അതായത് നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഫുഡ് കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്, അതുപോലെ നമുക്ക് നല്ല ഇന്റർനെറ്റ് ആക്സസ് ഉണ്ട്, അതുപോലെ നമുക്ക് നല്ല പാരന്റ്സ് ഉണ്ട്, നമുക്കൊരു വീടുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ ഇപ്പോഴത്തെ ഗോൾസും ഡ്രീംസും ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ എന്റെ ഗോൾസും ഡ്രീംസ് ആണോ ഒരു 5 വർഷം കഴിയുമ്പോൾ എന്ന് അറിയില്ലല്ലോ. അതുപോലെ അതിലെ പല സംഭവങ്ങളും ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അന്ന് വായിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു പ്രൗഡ് മൊമെന്റ് ഒക്കെ കിട്ടും. അതുപോലെ 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഗോൾസും ഡ്രീംസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കിപ്പോൾ പേടിയുള്ള കുറച്ച് സംഭവങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് ഈ ആനേനൊക്കെ ഭയങ്കര പേടി. അപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ എനിക്ക് ആ പേടിയൊക്കെ ഉണ്ടോന്ന് അറിയണം. അതുപോലെ ഇതൊക്കെ ഞാൻ പേടിച്ചിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുമെന്ന് അറിയില്ലല്ലോ. സോ അതൊക്കെ ഒന്ന് എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ എഴുത്ത് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ലെറ്റർ എഴുതി, പിന്നെ ഗോൾസും ഡ്രീംസും എഴുതി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, അത് കഴിഞ്ഞിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് പേടിയുള്ള സംഭവങ്ങൾ, അതും ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു, കുറച്ച് പ്രേതത്തിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെട്ടി പാക്കിംഗ് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്നാ തുറക്കണേന്നുള്ള ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്ത് അതൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. 2030 ഡിസംബർ 19, അതായത് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എന്റെ ബർത്ത്ഡേയുടെ ദിവസം, അതായത് ഈ ഡിസംബർ 19 എന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്ക് വായിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ലെറ്റർ വെച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആദ്യം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെറ്റർ നമുക്ക് ലാസ്റ്റ് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഡയറി മിൽക്കിന്റെ ഒരു കവർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാൻ കഴിച്ചേക്കണ ഒരുവിധം ഡയറി മിൽക്കിന്റെ എല്ലാത്തിന്റെയും കവർ ഇരിക്കുന്നുണ്ട്. സോ അത് വെച്ച് കൊടുത്തു. പിന്നെ ഈ 2 ക്ലിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തു. ഈ ഒരു ബോക്സും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബോക്സാണ്. നല്ല രസമില്ല അത് കാണാൻ, ഒരു നിധിപ്പെട്ടി പോലെയൊക്കെ. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രിയേറ്റീവ് പ്ലാറ്ററിന്റെ ഒരു ലോഗോ വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ പട്ടിക്കുട്ടി, പിന്നെ എന്റെ കുറച്ച് ഫോട്ടോസ്, ഞാനും പട്ടിക്കുട്ടി ഇരിക്കുന്ന ഫോട്ടോസ്, അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോട്ടോസ് നാശാവും എന്നുള്ളൊരു ഡൗട്ട് തോന്നിയ കാരണം ഞാൻ ഈ ഫോട്ടോസൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ എൻവലപ്പ് ഉണ്ടല്ലോ, അതേപോലെ ഒരു എൻവലപ്പിന്റെ ഉള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ട്. കാരണം 5 വർഷമൊക്കെ കഴിയുമ്പോൾ അറിയില്ലല്ലോ, ചിലപ്പോൾ നാശമായാലോ. സോ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതൊന്ന് നല്ല രീതിക്ക് ഒട്ടിച്ച് സെക്യൂർ ആക്കി അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അലങ്കാരപ്പണിക്ക് എന്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി വെച്ചാൽ ബാക്കി ഉണ്ടായിരുന്ന കാരണം അതും കൂടി ഒന്ന് ഒട്ടിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഈ കുഞ്ഞ് ഫോഗത്തറിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. അത് ഒരു നെയിൽ പോളിഷ് വെച്ച് കൊടുത്തു. പിന്നെ എനിക്ക് നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് എന്തെങ്കിലും വെച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്ട്രോബെറി വെച്ച് കൊടുത്തു. പിന്നെ ഒരു കീ ചെയിൻ വെച്ച് കൊടുത്തു. അതെനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. സോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ റോസാപ്പൂ നമ്മുടെ ബർത്ത്ഡേക്ക്, നമ്മുടെ അല്ല എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റോസാണ്. സോ അത് വെച്ച് കൊടുത്തു. പിന്നെ നമ്മളെ ലെറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ട് നിർത്താന്നാണ് വിചാരിച്ചത്. അപ്പൊ പുറത്തേക്ക് നോക്കിയപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് വെക്കാന്ന്. പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഭവങ്ങളും കൂടി നാശമായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ട്രാൻസ്പെറന്റ് ഷീറ്റ് എടുത്തിട്ട് അതിക്ക് ഈ പൂക്കളൊക്കെ ഒന്ന് തോന്നിയ പോലൊക്കെ ഒന്ന് ഇറക്കി വെച്ചു. ഒരു ബൊക്കെ പോലെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പണ്ട് കടയിൽ നിന്ന് ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റിന്റെ ഉള്ളിൽ ഒരു റോസാപ്പൂ വെച്ചിട്ട് ഒരു 5 രൂപയ്ക്ക് 10 രൂപയ്ക്ക് കിട്ടുന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ, അതേപോലെ.
പക്ഷെ ഞാനുള്ള കാടും പടലും അതായത് കുറച്ച് പൂക്കളും മേലൊക്കെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു റിബൺ ബോ കൂടി വെട്ടി വെച്ചിട്ട് അവസാനിപ്പിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന്റെ മുകളിൽ അങ്ങനെ കെട്ടാൻ പറ്റുന്നില്ല. സോ അതവിടെ ചുറ്റി ചുറ്റി വെച്ചൊരു തീപ്പന്തം പോലെയൊക്കെ ആയിട്ടുണ്ട്. എനിവേ അത് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞൊരു ബോ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുത്ത് അത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ലെറ്റർ കിട്ടിയത്. ലെറ്റർ അല്ല, ഒരു കാർഡാണ്. നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സ് ആയിപ്പോൾ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നില്ലേ, ആ കാർഡ് കിട്ടി. അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ അതും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ പെട്ടി പാക്ക് ചെയ്യലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ പെട്ടിക്കൊന്ന് അടച്ചു വെക്കാം. ഇനി 5 വർഷം കഴിഞ്ഞിട്ട് ഈ പെട്ടി തുറക്കുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. കുഴപ്പമില്ല, ഇപ്പോൾ ഈ സങ്കടമൊക്കെ എന്തായാലും 5 വർഷം കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ എക്സൈറ്റ്മെന്റിൽ സെറ്റ് ആയിക്കോളും. അതിന്റെ ഇടയിൽ ഇത് തുറന്നു നോക്കാനുള്ള ടെൻഡൻസി വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ആദ്യം ഈ റിബൺ ബോ വെച്ചിട്ട് അവസാനിപ്പിക്കാന്നാണ് വിചാരിച്ചത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ചരട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതൊന്ന് ആദ്യം ചുറ്റി പോലെ ചുറ്റി കൊടുത്തപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ അതപ്പം തന്നെ അയച്ചു മാറ്റി. ഇനി രണ്ടാമത് ചുറ്റി രീതിക്ക് ചുറ്റി വെച്ച് നോക്കിയപ്പോൾ സംഭവം കൊള്ളാം. അങ്ങനെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ റിബൺ ബോ വീണ്ടും വെക്കാന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഇത് ചുറ്റിക്കെട്ടി എന്തോ ഒരു പൂവിന്റെ ഷേപ്പിലൊക്കെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. സോ അതങ്ങനെ അവിടെ ഫൈനലൈസ് ചെയ്തു ഞാൻ. എന്നാലും ആ റിബൺ ബോ അവിടെ ഇവിടെയൊക്കെ വെക്കാനുള്ള ടെൻഡൻസി കൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കി. പക്ഷെ അങ്ങോട്ട് സെറ്റ് ആവില്ല. സോ നൈസായിട്ട് അതിനെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടെന്നൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ എന്തായാലും ട്രൈ ചെയ്യുക, അടിപൊളി സംഭവമാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.